ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളുടെ കയ്യിൽ ഇതുപോലുള്ള ബിസ്ക്കറ്റിൻ്റെയോ ചോക്ലേറ്റിൻ്റെയോ ഒക്കെ ബോക്സസ് വെച്ചിട്ട് നല്ലൊരു ഓർഗനൈസറാണ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ഇമിറ്റേഷൻ ജ്വല്ലറീസ് എങ്ങനെ കളർ പോവാതെ കൂടുതൽ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാം എന്നുള്ളൊരു ടിപ്പും കൂടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ എന്താണെന്ന് നോക്കാം, എങ്ങനെയാണ് ഓർഗനൈസർ ഉണ്ടാക്കുക, എന്താണ് ടിപ്പെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അതാ നമ്മളുടെ കയ്യിൽ ഇതുപോലെ കുറേ ഇയറിങ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇയറിങ്സ് ഒക്കെ ഇങ്ങനെ കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ അത് എടുക്കാനും യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഇയറിങ്സ് നമുക്ക് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ടൈപ്പ് ഓഫ് ബോക്സ് എടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കാൻ. ഈ ബോക്സ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബോക്സിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ആ ഒരു ഷേപ്പിനനുസരിച്ച് ഒരു തെർമോക്കോൾ പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ തെർമോക്കോളോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്പോഞ്ച് ആയിട്ടുള്ള ടൈപ്പോ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളുടെ ഷർട്ടിൻ്റെ ഉള്ളിലൊക്കെ കിട്ടുന്ന യെല്ലോ കളർ സ്പോഞ്ച് ഉണ്ടല്ലോ, അതായാലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പാകത്തിനുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് കുറച്ച് ഫിക്സ് ആയിട്ടിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഗ്ലൂ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, അവിടെ എവിടെയായിട്ട് കുറേശ്ശെ ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. അതിനുശേഷം നമ്മളുടെ ഈ സ്പോഞ്ച് പീസ് ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പീസ് ഓഫ് സ്പോഞ്ച് ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ അത് അവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് സൈസിൻ്റെ ഷേപ്പിൻ്റെ വ്യത്യാസത്തിന് കറക്റ്റ് സൈസ് കട്ട് ചെയ്തെടുക്കാൻ 2 പീസായിട്ട് എനിക്ക് കട്ട് ചെയ്തെടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഇനി വളരെ ഈസിയാണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇയറിങ്സ് എല്ലാം ഇതുപോലെ പെയറായിട്ട് എടുത്ത് ഈ ഒരു തെർമോക്കോളിൽ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ച് പെയറായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മളുടെ ബാക്കിലത്തെ ഇതുണ്ടല്ലോ അത് വെച്ചൊന്ന് കുത്തി കൊടുത്താൽ മതി. ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങളുടെ ബാക്കിൽ ഇങ്ങനത്തെ പിൻ പോലത്തെ സംഭവം അല്ല, പിരിയിട്ടിട്ടുള്ള നമ്മുടെ ഗോൾഡിൻ്റെ പോലത്തെ ഇതോളം നമ്മളുടെ ഇമിറ്റേഷൻ ജ്വല്ലറീസിൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതും ഞാൻ ചെയ്തത് പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊന്ന് ഓർഗനൈസ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബോക്സിൽ നമുക്ക് പറ്റാവുന്നത് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ജുംക്കാസ് മാത്രമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വലിയൊരു ബോക്സൊക്കെ ആണെങ്കിൽ നമ്മുടെ എല്ലാ ഇയറിങ്സും നമ്മൾ ഒരു ബോക്സിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം, ജുംക്കാസും സ്റ്റഡ്സും എല്ലാതും. അപ്പം ഞാൻ എൻ്റെ ബോക്സ് ഇപ്പോൾ ഇത്തിരി ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ഇങ്ങനത്തെ ജുംക്കാസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം, എടുക്കാൻ എളുപ്പമാണ്, പെയറൊക്കെ കണ്ടുപിടിക്കാനും പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ തിരിച്ച് ഇതുപോലെ വെച്ചാൽ മതി. പിന്നെ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മളുടെ ഇമിറ്റേഷൻ ജ്വല്ലറീസ് എല്ലാം കളർ പോകാതെ കൂടുതൽ നാളിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ നമ്മുടെ ജ്വല്ലറീസിന് ഒരു പ്രശ്നമില്ലാതിരിക്കും. അതെന്താണെന്നും കൂടെ കാണാം കേട്ടോ. ഇനി നമ്മൾ കളർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സാധാരണ ഒരു ടിഷ്യൂ, നമ്മുടെ ഫേസ് ടിഷ്യൂ ഉണ്ടല്ലോ, അത് സെൻറ്റഡ് ഒന്നല്ലാത്ത നോർമൽ ടിഷ്യൂ ഇതിൻ്റെ മുകളിലിട്ടതിന് ശേഷം നമ്മളുടെ ഈ ബോക്സ് ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളുടെ ഓർണമെൻറ്റ്സിൻ്റെ കളറ് പോകുന്നത് ഒരു പരിധിവരെ തടയാൻ പറ്റും. നമ്മളുടെ ഇമിറ്റേഷൻ ജ്വല്ലറീസിൻ്റെ കളറ് പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചറാണ്. നമ്മളുടെ നാട്ടിലൊക്കെ നന്നായി മോയ്സ്ചർ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടാകുന്നതുകൊണ്ടാണ് കളർ പോകുന്നത്. അപ്പോൾ ടിഷ്യൂ ഇട്ട് നമ്മളുടെ ബോക്സ് ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മളുടെ ജ്വല്ലറി ഓർണമെൻറ്റ്സിലോട്ട് വരുന്നത് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് കുറയുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ജ്വല്ലറീസ് ഇങ്ങനെ ഒരു പ്രശ്നമില്ലാതിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വർഷങ്ങളോളം പഴക്കമുള്ള ജ്വല്ലറീസൊക്കെയാണ് കേട്ടോ. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. നാട്ടിൽ ഞാൻ വെച്ച് പോന്നിട്ടുള്ളതും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ഭാഗമൊക്കെ നല്ല ഇതാണ്, ഞാൻ ജസ്റ്റ് ആ ഒരു പേരിൻ്റെ ഭാഗം മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം കൊണ്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ്. പിസ്ത ഷെല്ലോ അല്ലെങ്കിൽ പീനട്ടിൻ്റെ ഷെല്ലോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ പിസ്ത ഷെല്ല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് വെറുതെ ആ ഒരു പേര് മാത്രം കവർ ചെയ്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിസ്ത ഷെല്ലിൽ കളർ കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് അതിന്മേ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഭംഗിയില്ലാത്ത ബോക്സസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പേഴ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ റാപ്പിംഗ് പേപ്പേഴ്സ് വെച്ചിട്ടൊക്കെ റാപ്പ് ചെയ്ത് കൊടുത്ത് നല്ല ഭംഗിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ്. ഇനി ഇത് കൂടാതെ നമുക്കൊരു കാർഡ്ബോർഡ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളുടെ
കാർഡ്ബോർഡ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ പുറത്ത് ഞാൻ ക്ലോത്ത് വെച്ചിട്ട് ഉള്ളിലും ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ച് ഫില്ല് ചെയ്തേക്കാണ്. എന്നിട്ട് നേരത്തെ കാണിച്ച പോലത്തെ ഷീറ്റ് തന്നെയാണ് കേട്ടോ, തെർമോക്കോളിൻ്റെ ഷീറ്റാണ്, നമ്മൾ സ്പോഞ്ച് തെർമോക്കോൾ ഷീറ്റാണ് ഉള്ളിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മളുടെ കമ്മലുകളെല്ലാതും നമ്മൾ നേരത്തെ കാണിച്ച പോലെ എല്ലാതും ഇങ്ങനെ സെറ്റ് ചെയ്ത് പെയറായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ഇത് സാധാരണ കാർഡ്ബോർഡ് പീസസ് വെച്ചിട്ട് ബോക്സ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ എല്ലാതും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും വളരെ ഈസിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വെക്കാനും ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വലിയ ബോക്സസൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റാം. നമ്മളുടെ ഫിംഗർ റിങ്സ്, അതുപോലെ തന്നെ നോസ് പിൻസ്, ഇതൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബാക്കിൽ പിന്നില്ലാത്ത ടൈപ്പ് ആണെങ്കിൽ ഈ നമ്മളുടെ ഈ തെർമോക്കോൾ പീസ് ഉണ്ടല്ലോ, അതിൽ ഇതുപോലെ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനുള്ളിലോട്ട് ഇതുപോലെ കുത്തി ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇയറിങ്സും ഇതിൽ തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ച് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ, മനസ്സിലായാലോ? ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിനുള്ളിലോട്ട് ആ ഗ്യാപ്പിലോട്ട് ഇറക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റായിട്ട് അതേപോലെ തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഇതിനുള്ളിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറേ നാൾ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ മുകളിലും ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ ഈ ബോക്സ് അടച്ചു കൊടുക്കണം കേട്ടോ, അല്ലാതെ അടച്ചു കൊടുക്കരുത്. ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ള കളക്ഷൻസിലുള്ളതാണ് ഇത്. അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കും. എൻ്റെ നാട്ടിൽ വെച്ചിട്ട് പോന്നിട്ടുള്ള ജ്വല്ലറീസും ഞാൻ കുറേ നാൾ എടുക്കാതിരുന്നത് പോലും നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് വെക്കുമ്പോൾ നന്നായിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഓർഗനൈസർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഇതുപോലെ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതും നിങ്ങൾക്ക് മുന്നിൽ വീഡിയോ ആയിട്ട് വരാം. അത് കുറച്ച് സമയം ടൈം കൺസ്യൂമിംഗ് ഉള്ളൊരു സംഭവമാണ് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊന്നും സമയമില്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ബോക്സോ എന്തെങ്കിലും എടുത്താൽ മതി. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഷർട്ടൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിലും ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു.